ഇനിയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ പകൽപൂരം ബി.ജെ.പി കാണാൻ പോകുന്നത്. അതിനായി ഒന്നല്ല രണ്ടു പേരാണ് കോൺഗ്രസിന് കൈകൊടുക്കുന്നത്. ഈ ഉദ്യമത്തിന് സാക്ഷ്യം വഹിക്കുന്നതോ കർഷകരും. ആ രണ്ടു പേരിൽ ഒന്ന് വിനേഷ് ഫോഗട്ട്, രണ്ട് ബജ്രംഗ് പുനിയ. ഈ രണ്ട് കായിക താരങ്ങളും കർഷകരും എന്നും മോദിക്കും മോദി ഭരണകൂടത്തിനും എതിരാണ്. വെറുതെ എതിരാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മോദിക്കെതിരെ യുദ്ധം ചെയ്തവരാണ്. ഇതോടെ ഒരു കാര്യം തീർച്ചയായി, കുരുക്ഷേത്രയുടെ മണ്ണ് കോൺഗ്രസ് തൂത്തുവരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തറ പറ്റിച്ച് 5 സീറ്റ് നേടുകയും 90 നിയമസഭാ സീറ്റിൽ 44 കോൺഗ്രസ് ലീഡ് ചെയ്യുകയും 46% വോട്ട് നേടുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെ വരുന്ന തെരഞ്ഞെടുപ്പിലാണ് രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ മോദി കണ്ടില്ല എന്ന് നടിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ കർഷകരും കായിക താരങ്ങളും രാഹുലിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്നത്. ഇത് കോൺഗ്രസിന്റെ ആവേശം ഇരട്ടിയാക്കുകയും ചെയ്യുന്നത്. ഡൽഹിയിലെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു പാർട്ടിയിൽ ചേർന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇരുവരും ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നത്. ബുധനാഴ്ച രണ്ടുപേരും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചിരുന്നു. അതേസമയം കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് വിനേഷ് ഫോഗട്ട് റെയിൽവേയിലെ ഉദ്യോഗം രാജിവെച്ചിരുന്നു. വ്യക്തിപരമായ കാരണമെന്ന് സൂചിപ്പിച്ചാണ് രാജിവെച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ എക്സിലൂടെയാണ് വിനേഷ് രാജിക്കാര്യം അറിയിച്ചത്. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒക്ടോബർ 8-ന് പുറത്തുവരും. നിലവിൽ ആം ആദ്മിയും കോൺഗ്രസും സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ്.